ഹലോ ഗായ്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ആദ്യത്തെ വീഡിയോ ആണല്ലേ, നമ്മുടെ പുതിയ സീരീസ് തുടങ്ങിയിട്ടുള്ള ആദ്യത്തെ വീഡിയോ. അപ്പം ഇന്ന് നമുക്ക് നമ്മുടെ വീട് സെറ്റ് ചെയ്യാം. അതാണ് നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത്. അപ്പോൾ അത് എവിടെയായിട്ട് ഞാനാണെങ്കിൽ ഇതേപോലെ ഫുള്ള് എനിക്ക് വീട് പണിയാനുള്ള ആ ഒരു അളവിന് ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ആ മേളിൽ ഒരു ഹണി ബീഡ് ഇത് മാത്രം ഒറ്റയ്ക്ക് നിൽക്കുന്നു. നമുക്കതിന് പൊട്ടിച്ച് കളയാം, കുഴപ്പമില്ല. അപ്പോൾ എന്തായാലും ഇത്രയും ഞാൻ വലുതാക്കി എടുത്തിട്ടുണ്ട്. ബിക്കോസ് നമുക്ക് അത്യാവശ്യം ചെറുതാണ്, എന്നാൽ അത്യാവശ്യം വലുതാണ്. അങ്ങനത്തെ ഒരു വീടാണ് വേണ്ടത്. അപ്പോൾ അതുകൊണ്ട് ഞാനത് ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഷവൽ വെച്ചിട്ട് ഇങ്ങനെ വരയ്ക്കാം. അതായത് എത്ര വീടിൻ്റെ ആ ഒരു വരയും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല, എങ്ങനെ വേണം എന്നൊക്കെ, അതൊക്കെ വരയ്ക്കാം. ഇത് ഞാനൊരു പ്ലാനൊന്നുമില്ല, ചുമ്മാ ഉണ്ടാക്കിയ വീടാണ്. കഴിഞ്ഞ സീരീസ് പോലെ തന്നെ ഈ സീരീസിലും ചുമ്മാ ഇതിനങ്ങ് തോന്നുന്ന പോലൊരു വീടങ്ങ് പണിയാണ്. അല്ലാതെ അങ്ങനെ ട്യൂട്ടോറിയലൊന്നും നേരത്തെ പോലെ നോക്കി വെച്ചിട്ടൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ചുമ്മാ ഒരു വീടാണ് നോക്കി എടുത്തിട്ടുള്ളത്. പിന്നെ ചെറിയ ബ്ലൗസ് ആയതുകൊണ്ട് അതിൻ്റെ ഒരു സന്തോഷമുണ്ട്. എന്തായാലും നമുക്ക് ഈ ഒരു കട്ടായില്ലേ, അത് ഞാൻ ഓൾറെഡി കോപ്പിൾ സ്റ്റോൺ സ്മെൽറ്റ് ചെയ്ത് സ്റ്റോൺ ആക്കി. എന്നിട്ട് ഞാനതിനെ ഇങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കിത് കിട്ടും. അപ്പോൾ അങ്ങനെ പിന്നെ നമ്മൾ കുറച്ച് വുഡും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് നമുക്ക് താഴ്ഭാഗം സെറ്റ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ നൈറ്റ് ആയിട്ടുണ്ട്, കിടന്നുറങ്ങണം. ഓക്കെ, കിടന്നുറങ്ങണം. എനിക്ക് ഉറങ്ങണം. ഓക്കെ, ഉറങ്ങിയിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ഫസ്റ്റ് നൈറ്റ് ഇതവിടെ സർവൈവ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടെ ഒരു 3 ബ്ലോക്ക് ഹൈയിൽ ഇതേപോലെ ചെയ്തിട്ട് 4 സൈഡും ചെയ്യണം ഇങ്ങനെ. ഓക്കെ, ഇവിടെ അങ്ങനെ വേറെ മരങ്ങളായിട്ടൊന്നും കൂടുതലായിട്ടില്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ എൻ്റെ ഇഷ്ടം പോലെ ഈ ഒരു പ്ലാങ്ക്സ് ഉണ്ടായിരുന്നതുകൊണ്ടുമാണ് ഞാൻ ഈ ഒരു പ്ലാങ്ക് തന്നെ ഉപയോഗിച്ചത്. ഓക്കെ, അപ്പോൾ അങ്ങനെ 3 ബ്ലോക്ക് ഹൈയിൽ വെക്കാം. ഓക്കെ, അങ്ങനെ നമ്മൾ ഇവിടെ ഫുള്ളിങ്ങനെ 3 ബ്ലോക്ക് ഹൈയിൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു അതിൻ്റെ പേരെന്താ, സ്റ്റോൺ ബ്രിക്സ്. ഈ സ്റ്റോൺ ബ്രിക്ക് ഉപയോഗിച്ച് ഇങ്ങനെ ഫുള്ളൊന്ന് ക്ലോസ് ചെയ്യണം. അപ്പോഴത്തേക്കും ഓക്കെ ലുക്കാവും. എനിക്ക് നിൽക്കാനൊക്കെ പറ്റുന്നുണ്ടോ എന്ന് ഞാൻ നോക്കുന്നുണ്ട്. അപ്പോൾ ഏതായാലും ഇങ്ങനെ നമുക്കത് ഫുള്ളൊന്ന് അടയ്ക്കണം. അപ്പോൾ അതുപോലെ ഞാനിങ്ങനെ അടച്ചെടുക്കുന്നുണ്ട്. പിന്നെ പഴയ വീട് പോലൊന്നും ആയിരിക്കില്ല ഈ വീട്. നമ്മൾ വേറൊരു രീതിയിലാണ് എന്തായാലും പണിയുന്നത്. ആൻഡ് ഇതുപോലെ നമ്മൾ ചെയ്തെടുക്കണം. അതിൻ്റെ ഇടയിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ട്, അത് അങ്ങനെയൊക്കെയാണ്. അപ്പം അതൊക്കെ പിന്നെയും പൊട്ടിച്ച് അങ്ങനെ ഒരുപാട് ടൈമൊക്കെ എടുത്തിട്ടാണ് ഇത് ഫുള്ളൊന്ന് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയത്. അപ്പോൾ ഇതേപോലെ നമ്മൾ ചെയ്ത് അങ്ങോട്ട് എടുക്കണം. പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിലീറ്റ് ചെയ്തെന്നൊക്കെ പറഞ്ഞില്ലേ, ആ സമയത്ത് ഒരാൾ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു സോ സാഡ് എന്ന് പറഞ്ഞിട്ട്. ഐ എം സോ ഹാപ്പി, കാരണം എൻ്റെ വിഷമം മനസ്സിലാകുന്ന ഒരാളെങ്കിലും ഉണ്ടല്ലോ, അങ്ങനെ. ഓക്കെ, അപ്പം താങ്ക് യു. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മളിത് ഫുൾ അടച്ചിട്ടുണ്ട്. ഇനി നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു ഇതിൻ്റെ പേരെന്താ, ഓക്ക് പ്ലാങ്ക്സ്. ഈ ഓക്ക് പ്ലാങ്ക് എടുത്ത് ഈ ഒരു അകം ഫുള്ള് അടയ്ക്കണം. നമുക്ക് നടക്കാനുള്ള ഒരു ഭാഗമാണ്. എൻ്റെ ഇത് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. അതായത് നമ്മൾ ടൂൾസൊക്കെ ഫസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി ഒരുപാട് മരം മുറിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യണം, അത് നമ്മുടെ പ്ലാങ്ക്സ് ഉണ്ടല്ലോ, അപ്പോൾ ആ പ്ലാങ്ക്സ് വെച്ചിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്തു, ഈ ഒരു ഫുള്ളങ്ങ് അടച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അടച്ചെടുക്കുമ്പോഴത്തേക്കും ഓക്കെ ലുക്കാവും. സോ അങ്ങനെ. അപ്പോൾ മേളിൽ നിന്ന് ആ ഒരു ഹണി ബീഡ് ആ ഒരു ഇത് വീഴുന്നുണ്ട്, ആ ഒരു ഹണി നിറഞ്ഞതിൻ്റെ ആവാം, എനിക്കറിയില്ല. ഏതായാലും ഞാൻ അതൊക്കെ എന്ത് ചെയ്തു, അത് തന്നെ പൊട്ടിച്ച് കളയാം, വേറെ വഴിയില്ല. പിന്നെ നമ്മൾ അങ്ങനെ ചെയ്തെടുത്തു. ഇനി നമ്മൾ മേപ്പോട്ട് ഇങ്ങനെ വെക്കുകയാണ്. ഇതാണ് നമ്മുടെ വീടിൻ്റെ ആ റൂമായിട്ട് വരാൻ പോകുന്നത്. 4 ബ്ലോക്ക് ഹൈയിലാണ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇതാണ് നമ്മുടെ വീടിൻ്റെ ആ ഒരു ഭാഗം. അപ്പോൾ നിങ്ങളേക്കും താഴ്ഭാഗത്ത് അവിടെ നമുക്ക് വേണമെങ്കിൽ ചിലപ്പോൾ റൂമാക്കാം, എനിക്കറിയില്ല. ചിലപ്പോൾ ഞാൻ റൂമാക്കും, അതായത് ഗ്ലാസ്സൊക്കെ വെച്ചിട്ടോ അങ്ങനെ, എനിക്ക് തോന്നുന്നില്ല. ഏതെങ്കിലും ഐഡിയ ഒക്കെ കിട്ടുമ്പോൾ നമുക്ക് ചെയ്യാം. പിന്നെ അല്ലെങ്കിൽ ഞാൻ അടിയിൽ ഫാമോ അല്ലെങ്കിൽ നമ്മുടെ വീറ്റൊക്കെയോ നടും, അങ്ങനെ എന്തെങ്കിലും ഞാൻ ചെയ്യും. അല്ലെങ്കിൽ നോക്കാം, എന്തായാലും ഇപ്പം നമുക്കൊരു വീടിൻ്റെ പണിഞ്ഞ് വെക്കാം. ഓക്കെ, ടൈമില്ല, കാരണം നമുക്ക് സ്കൂളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ടൈം വളരെ വളരെ കുറവാണ്. പക്ഷെ എന്നാലും എനിക്കിഷ്ടമായതുകൊണ്ടും ഞാൻ എൻ്റെ ഒരു ഇതിനാണല്ലോ ചെയ്യുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഞാനിങ്ങനെ ചെയ്യുന്നുണ്ട്. ഓക്കെ,
അത്രയും മാത്രമേ പണിയുന്ന ഞാൻ എടുത്തിട്ടുള്ളൂ. ബാക്കിയൊക്കെ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു. ഇതൊക്കെ ഇത് പണിയാൻ വേണ്ടി ഉപയോഗിച്ച കുറച്ച് സാധനങ്ങളാണ്. ആൻഡ് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അതിൽ ചെസ്റ്റൊക്കെ നിറഞ്ഞിട്ടുണ്ട്. എന്നാൽ നമ്മളൊന്നും ആയിട്ടുമില്ലല്ലേ, കുറച്ച് നേരം ആയതേ ഉള്ളൂ, പക്ഷേ എല്ലാം നിറഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീട് കാണണ്ടേ ഗായ്സ്? നിങ്ങൾക്ക് കാണണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ കണ്ടോ? 1 2 3 ഏതാണ് നമ്മുടെ വീട്? എങ്ങനെയുണ്ട് ഗൈസ്? കൊള്ളാമോ എന്ന് പറയൂ. നമ്മുടെ നേരത്തെ വീടിനെക്കാട്ടിലും കുഴപ്പമില്ല, പക്ഷേ ഒരു പിങ്ക് മയമാണ്. കുഴപ്പമില്ല, നമുക്ക് ചെറിയ ബ്ലോസത്തിലൊരു പിങ്ക് മയമുള്ള വീടാണ് നല്ലത്. അപ്പോൾ എന്തായാലും അങ്ങനെ ഇനി നമുക്ക് ഫർണസ് സെറ്റ് ചെയ്യാം, ഫർണിച്ചർ സെറ്റ് ചെയ്യാം. ഫർണിച്ചറിന് വേണ്ടി ആദ്യം തന്നെ നമ്മൾ പോയിട്ട് എന്ത് ചെയ്യണം? ഈ ഒരു ഫർണസ് പൊട്ടിച്ചെടുക്കണം. ഇവിടെ ഉള്ള സാധനങ്ങളൊക്കെ നമുക്ക് റൂമിൽ കൊണ്ട് വയ്ക്കാം. നമ്മുടെ വീട്ടിൽ കൊണ്ടുവയ്ക്കണം. ഓക്കെ അപ്പം അങ്ങനെ. അപ്പോൾ ഞാൻ ഈ ഒരു ഫർണസ് എടുത്ത് വേഗം പോയി എന്ത് ചെയ്തു, ഇവിടെ വെച്ചു. എനിക്കങ്ങനെ വലിയ പ്ലാനൊന്നുമില്ല, ചുമ്മാ അങ്ങ് ചെയ്യുവാണ്. അപ്പം ഇങ്ങനെ 2 സൈഡിൽ വെച്ചു. അപ്പം ഈ ഒരു ലീഫ് എൻ്റെ കയ്യിലുണ്ടായിരുന്നു, അതും കൂടെ വെച്ച് കൊടുത്തു. പിന്നെ അപ്പുറത്തും 2 ഫർണസ് ചുമ്മാ വെച്ചേക്കാം. നമുക്ക് സ്മെൽറ്റിംഗ് ഒക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണല്ലോ, പിന്നെ ഒരു ഷോയും ആയിക്കോട്ടെ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ നമ്മൾ മേളിലും താഴെയുമായിട്ട് വീണ്ടും 2 ഫർണസ് ഇതേപോലെ വെച്ചു. അപ്പോൾ കൊള്ളാം എന്ന ലുക്കായി. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഒരു സ്ലാബ് എടുക്കാം, ചെറിയ സ്ലാബ്. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഇങ്ങനെ വെക്കാം. അപ്പോൾ അവിടെ ഷെൽഫ് പോലെ ആവും, ഒരു ടേബിൾ അങ്ങനത്തെ ഒരു ലുക്കാവും. അപ്പോൾ നമുക്ക് അവിടെ എന്തെങ്കിലുമൊക്കെ വെക്കാം. അപ്പോൾ അങ്ങനെ അത് ഒരിതാണ്. ഓക്കെ, അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്തായാലും പൂക്കളൊക്കെ വേണം. അപ്പോൾ ഇവിടെ ഒരു പൂവിൻ്റെ ഇത് വെച്ചിട്ട് ഈ റെഡ് പൂ വെച്ച് കൊടുത്തു. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ബെഡ് അറേഞ്ച് ചെയ്യണം. ബെഡ് അറേഞ്ച് ചെയ്യാൻ വേണ്ടി ഇതേപോലെ തന്നെ ഞാൻ സ്ലാബ് വെച്ച് കൊടുത്തു. ബെഡ് ഇങ്ങനെ 2 എണ്ണം വെച്ച് കൊടുത്തു. പിന്നെ അവിടെ മേളിലൊരു പൂ വെച്ചു. അതൊന്നും അങ്ങനെയൊക്കെയാണ്, കാണാനൊന്നും പറ്റത്തില്ല. സൈഡിൽ നമ്മൾ 2 സൈൻ ബോർഡും വെച്ച് കൊടുത്തു. ഇങ്ങനെയൊക്കെയാണ് ബെഡിൻ്റെ ഒരു ലുക്ക്. സാധാരണ ഇങ്ങനെയൊക്കെയാണല്ലോ നമ്മൾ പണിയുന്നത്. അപ്പം അങ്ങനെ നമ്മളതും വെച്ചു. പിന്നെ എനിക്ക് എന്താ തോന്നിയിട്ട് ഞാൻ താഴ്ഭാഗത്തായിട്ട് കാർപ്പറ്റ് വെക്കുന്നുണ്ട്. അപ്പം ആ ഭാഗം ഇച്ചിരൂടെ ഓക്കെ ആയിരിക്കും. സോ ഇതൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ബാക്കി ഞാൻ വീടിൻ്റെ സംഭവം പിന്നെ ഞാൻ കാണിച്ചു തരാം. ഇച്ചിരൂടെ ഒക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് ഞാൻ ഫുള്ളൊരു ലുക്ക് ഫ്രണ്ടിലെ കാണിച്ചു തരാം. അത് ഞാൻ കാണിച്ചില്ലല്ലോ. ഓക്കെ, അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ കാണാം. ടാറ്റ ബൈ ബൈ.